വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാവുന്ന കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി വരുന്ന പരീക്ഷകളിൽ എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിട്ട് പോകുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യലേക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 2025 മാത്രം ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ 2024 ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ കണ്ടവർക്ക് അറിയാവുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തോരം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നതാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷ നൽകുന്ന ഭാവിയിലെ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷ നൽകുന്ന ഭാവിയാണ് 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ലോകാരോഗ്യ ദിനവുമായി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. മാതൃ നവജാത ശിശു ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് 2025 ലോകാരോഗ്യ ദിനത്തിന് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷ നൽകുന്ന ഭാവി പ്രമേയമായി തിരഞ്ഞെടുത്തത്. മാതൃ നവജാത ശിശു ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് 2025 ലോകാരോഗ്യ ദിനത്തിന് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷ നൽകുന്ന ഭാവി എന്ന് പറയുന്ന കോഴ്സ് നൽകിയിട്ടുള്ളത്. 1948 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിൻ്റെ അടയാളമായി ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ചോദിക്കാറുണ്ടല്ലോ ലോകാരോഗ്യ ദിനം എന്നാണ്. 1948 7 ഏപ്രിൽ 7 ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന സ്ഥാപിച്ചത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോകാരോഗ്യ സംഘടന WHO സ്ഥാപിച്ചതാണ് 1948 ഏപ്രിൽ 7 ഇനി ലോകാരോഗ്യ ദിനം സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത് എന്നാണ്? ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ലോകാരോഗ്യ സംഘടന 1948 ലോകാരോഗ്യ ദിനം ആചരിക്കുവാനുള്ള തീരുമാനമെടുത്തത്. 1980 ആദ്യമായിട്ട് ലോകാരോഗ്യ ദിനം ആഘോഷിച്ചത്. 1980 എല്ലാ വർഷവും ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ശ്രദ്ധ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രമേയം സ്വീകരിക്കും. ഇത്തവണത്തെ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കും ശിശുക്കൾക്കും മെച്ചപ്പെട്ട ആരോഗ്യ ഫലങ്ങൾ ഉറപ്പാക്കുകയും മരണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ലോകാരോഗ്യ സംഘടന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഗോള ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുന്നത്, നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഓരോ വരികളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇത്തവണത്തെ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് എന്താ പറയുന്നത്? ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കും ശിശുക്കൾക്കും മെച്ചപ്പെട്ട ആരോഗ്യ ഫലങ്ങൾ ഉറപ്പാക്കുകയും മരണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ലോകാരോഗ്യ സംഘടന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഗോള ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഇനി 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 2024 ചോദിക്കാം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ്. 2025 നമ്മൾ എന്താ പറഞ്ഞത്? ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷ നൽകുന്ന ഭാവി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇനി 2023 നോക്കിയാലോ. 2023 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എല്ലാവർക്കും ആരോഗ്യം. എല്ലാവർക്കും ആരോഗ്യം എന്നായിരുന്നു 2023 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 2022 പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം എന്നാണ്. നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം. ചോദിക്കാട്ടോ. നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഓരോ ഇയറിലായിരിക്കും ചോദിക്കാം. 2024 അല്ലെങ്കിൽ 2023 അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് അതുപോലെ തെറ്റിയിട്ട് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. 2022 നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം എന്നായിരുന്നു. 2023 എല്ലാവർക്കും ആരോഗ്യം എന്നായിരുന്നു. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് എന്തായിരുന്നു? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ്. 2025 എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷ നൽകുന്ന ഭാവി. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പരമാധികാര ശക്തികളിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രവുമായ ഒരു ലോകവ്യാപക ആരോഗ്യ സംഘടന രൂപീകരിക്കാനുള്ള നിർദ്ദേശം 1945 ഡിസംബറിൽ ബ്രസീലിൻ്റെയും ചൈനയുടെയും പ്രതിനിധികളാണ് മുന്നോട്ട് വെച്ചത്. 1945 ഡിസംബറിൽ ബ്രസീലിൻ്റെയും ചൈനയുടെയും പ്രതിനിധികളാണ് എന്ത് മുന്നോട്ട് വെച്ചത്? എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പരമാധികാര ശക്തികളിൽ നിന്ന് പൂർണ്ണവും സ്വതന്ത്രവുമായ ഒരു ലോകവ്യാപക ആരോഗ്യ സംഘടന രൂപീകരിക്കുവാനുള്ള നിർദ്ദേശം
1945 ഡിസംബറിൽ ബ്രസീലിൻ്റെയും ചൈനയുടെയും പ്രതിനിധികളാണ് മുന്നോട്ട് വെക്കുന്നത്. 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നതാണ് 1948 ഏപ്രിൽ 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഗോള സോഫ്റ്റ്വെയർ കമ്പനിയായ മൈക്രോസോഫ്റ്റിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിലിൽ ആഘോഷിച്ചത്? ആഗോള സോഫ്റ്റ്വെയർ കമ്പനിയായ മൈക്രോസോഫ്റ്റിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിലിൽ ആഘോഷിച്ചത്? 50ാമത്തെ വാർഷികമായിരുന്നു. വില്യം ഹെൻറി ഗേറ്റ്സ് എന്ന ബിൽ ഗേറ്റ്സ് സുഹൃത്ത് പോൾ അലനും ചേർന്നാണ് 1975 മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിക്ക് വിത്തുപാകിയത്. അപ്പോൾ ചോദിക്കാലോ, മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? വില്യം ഹെൻറി ഗേറ്റ്സ് എന്ന പേരിലുള്ള ബിൽ ഗേറ്റ്സും പോൾ അലനും ചേർന്നാണ് 1975 മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് വിത്തുപാകിയത്. മൈക്രോസോഫ്റ്റ് എന്നായിരുന്നു ആരംഭകാലത്തെ പേര്. പേരെന്നായിരുന്നു മൈക്രോസോഫ്റ്റ് എന്നായിരുന്നു. പിന്നീട് മൈക്രോസോഫ്റ്റ് എന്നതിലെ ഹൈഫൻ എടുത്തു കളഞ്ഞ് ഇന്നത്തെ രൂപത്തിലുള്ള മൈക്രോസോഫ്റ്റ് ആയിട്ട് മാറി. 1976 നവംബർ 26 മൈക്രോസോഫ്റ്റിൻ്റെ കമ്പനി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത്. മൈക്രോസോഫ്റ്റിൻ്റെ കമ്പനി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് 1976 നവംബർ 26 മൈക്രോസോഫ്റ്റിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച ബേസിക് കമ്പ്യൂട്ടർ ലാംഗ്വേജ് കമ്പ്യൂട്ടർ ഉപയോക്താക്കൾക്കിടയിൽ വളരെ വേഗം പ്രചാരത്തിലായി. മൈക്രോസോഫ്റ്റിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വികസിപ്പിക്കുന്ന മൈക്രോസോഫ്റ്റ് ബേസിക് കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലേ, അത് കമ്പ്യൂട്ടർ ഉപയോക്താക്കൾക്കിടയിൽ വളരെ വേഗം പ്രചാരത്തിലായി. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ വിപണിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. നമുക്കറിയാം, മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർസ് എന്നാണ് വിൻഡോസ് ആണ് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. 1989 മൈക്രോസോഫ്റ്റ് ഓഫീസ് പുറത്തിറക്കിയത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് പുറത്തിറക്കിയത് 1989. 1990 മൈക്രോസോഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചത്. 1997 ബിൽ ഗേറ്റ്സ് ആദ്യമായി ഇന്ത്യയിലെത്തിയത്. 1990 മൈക്രോസോഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. 97 ഇന്ത്യയിലെത്തുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് വിഭാഗം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? 1998 ഹൈദരാബാദിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഹൈദരാബാദിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യൻ വംശജനായ സത്യ നാദല്ലിയാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും CEO ചെയർമാൻ എന്ന് പറയുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ CEO എന്ന് പറയുന്നതും ചെയർമാൻ എന്ന് പറയുന്നതും ആരാണ്? ഇന്ത്യൻ വംശജനായ സത്യ നാദല്ലിയാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചെയർമാനും. മൈക്രോസോഫ്റ്റിൻ്റെ ചരിത്രത്തിലെ 3ാമത്തെ CEO ആണ് സത്യ നാദല്ല എന്ന് പറയുന്നത്. 2014 സ്ഥാനമേറ്റത്. സ്ഥാപകൻ ബിൽ ഗേറ്റ്സും സ്റ്റീവ് ബാമറുമാണ് സത്യ നാദല്ലയുടെ മുൻഗാമികൾ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ 3ാം സ്ഥാനത്തുള്ളത് മൂന്നാമത്തെ CEO ആയിട്ടുണ്ടായിരുന്നത് സത്യ നാദല്ലിയാണ്. 2014 അതിന് മുമ്പത്തെ 2 ആൾക്കാരാണ് ആരൊക്കെ? ബിൽ ഗേറ്റ്സും അതുപോലെ തന്നെ സ്റ്റീവ് ബാമർ എന്ന് പറയുന്നതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രൊഫഷണൽ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അജന്ത ശരത് കമൽ പ്രൊഫഷണൽ കരിയറിൽ നിന്നും വിരമിച്ചിട്ടുണ്ടായിരുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ടേബിൾ ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ടേബിൾ ടെന്നീസിലെ ഇന്ത്യയുടെ നിത്യഹരിത നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന താരമാണ് അജന്ത ശരത് കമൽ. ടേബിൾ ടെന്നീസിലെ ഇന്ത്യയുടെ നിത്യഹരിത നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന താരമാരാണ്? അജന്ത ശരത് കമലാണ്. 2025 മാർച്ചിൽ ചെന്നൈ വേദിയായ WTT സ്റ്റാർ കണ്ടൻഡർ ടൂർണമെൻറ്റോടെയാണ് 42-കാരനായ ശരത് കമലിന് 22 വർഷം നീണ്ട ടേബിൾ ടെന്നീസ് കരിയറിന് വിരാമമിട്ടത്. ചെന്നൈ സ്വദേശിയായ അജന്ത ശരത് കമൽ 5 ഒളിമ്പിക്സുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ചോദിക്കാട്ടോ, 5 ഒളിമ്പിക്സിലാണ് പങ്കെടുത്തിട്ടുള്ളത്. 5 ഒളിമ്പിക്സിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുള്ളത്. 23-ാം വയസ്സിൽ രാജ്യാന്തര അരങ്ങേറ്റം കുറിച്ച അജന്ത ശരത് കമൽ കോമൺവെൽത്ത് ഗെയിംസുകളിൽ 7 സ്വർണം ഉൾപ്പെടെ 13 മെഡലുകൾ നേടിയിട്ടുണ്ട്. 7 സ്വർണം ഉൾപ്പെടെ 13 മെഡൽസാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ടേബിൾ ടെന്നീസിൽ ഇതുവരെ ഇന്ത്യക്ക് ലഭിച്ച 2 ഏഷ്യൻ ഗെയിംസ് മെഡലുകളിലും
ഗെയിലും ശരത് കമൽ പങ്കാളികളാണ്. അപ്പോൾ ടേബിൾ ടെന്നീസിൽ ഇന്ത്യക്ക് 2 പ്രാവശ്യമാണ് ഏഷ്യൻ ഗെയിംസ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. അത് 2 മാർക്കാണ് ശരത് കമലിനാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ബാഡ്മിൻ്റൺ താരം PV സിന്ധുവിനോടൊപ്പം ഇന്ത്യയുടെ പതാക നിർവഹിച്ച താരം കൂടിയാണ് ആര്? ശരത് കമൽ. അത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തിയിട്ടുള്ളത് ആരായിരുന്നു? PV സിന്ധു ആയിരുന്നു അല്ലേ. ബാഡ്മിൻ്റൺ താരമാണ് PV സിന്ധു എന്ന് പറയുന്നത്. ആ PV സിന്ധുവിനൊപ്പം ഇന്ത്യയുടെ പതാക വഹിച്ച താരം കൂടിയാണ് ശരത് കമൽ. പിക്ചർ നൽകിയിട്ടുണ്ട്, ഫോട്ടോ നൽകിയിട്ടുണ്ട് അല്ലേ. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ച ഏക ടേബിൾ ടെന്നീസ് താരം എന്ന് പറയുന്നതും ശരത് കമലാണ്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ച ഏക ടേബിൾ ടെന്നീസ് താരവും ശരത് കമലാണ്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ച ഏക ടേബിൾ ടെന്നീസ് താരം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് തന്നെയാണ്? ശരത് കമലാണ്. 2004 അർജുന അവാർഡ് നേടിയ ശരത് കമൽ 2022 ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയായ ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. 2022 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2004 അർജുന അവാർഡും ശരത് കമലിന് ലഭിച്ചിട്ടുണ്ട്. ITTF പ്രോ ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരമാണ് ശരത് കമൽ. 2010 ഈജിപ്ഷ്യൻ ഓപ്പണിലാണ് ഈ ചരിത്ര നേട്ടം എന്ന് പറയുന്നത്. ITTF പ്രോ ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം കൂടിയാണ് ശരത് കമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ആരാണ്? പൂനം ഗുപ്ത. പൂനം ഗുപ്തയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതയായത്. നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിൻ്റെ ഡയറക്ടർ ജനറൽ പദവിയിൽ നിന്നാണ് പൂനം ഗുപ്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത്. 3 വർഷമാണ് കാലാവധി. അപ്പോൾ പൂനം ഗുപ്ത എവിടെയായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നത്? നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. അതിനുശേഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതയാകുന്നത്. 3 വർഷമാണ് കാലാവധി. RBIയുടെ ചരിത്രത്തിൽ ഡെപ്യൂട്ടി ഗവർണർ സ്ഥാനം വഹിക്കുന്ന 4ാമത്തെ വനിതയാണ് പൂനം ഗുപ്ത. 4ാമത്തെ വനിതയാണ്. KG ഉദ്ദേശി, ശ്യാമള ഗോപിനാഥ്, ഉഷ തോറാട്ട് എന്നിവരാണ് RBI ഡെപ്യൂട്ടി ഗവർണർ പദവിയിലെത്തിയ വനിതകൾ. ആരൊക്കെയാണ്? KG ഉദ്ദേശി, ശ്യാമള ഗോപിനാഥ്, ഉഷ തോറാട്ട് എന്നിവരാണ്. KG ഉദ്ദേശിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്യൂട്ടി ഗവർണർ പദവിയിലെത്തിയ ആദ്യ വനിത. അപ്പോൾ KG ഉദ്ദേശിയാണ് ശരിക്കും പറഞ്ഞാൽ ഡെപ്യൂട്ടി ഗവർണർ പദവിയിലെത്തിയ ആദ്യ വനിത ചോദിക്കുകയാണെങ്കിൽ ആരാണ്? KG ഉദ്ദേശിയാണ്. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ RBI ഗവർണർ. ചോദിക്കാട്ടോ, നിലവിലെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.